ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ എക്കണോമി 1915 to 1990. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് 8 ഹെഡ്ലൈൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. അതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ള ഒരു 4 ഭാഗങ്ങളാണ് അതിനെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഗോൾസ് ഓഫ് 5 year പ്ലാൻസ്, ലാൻഡ് റിഫോംസ്, ഗ്രീൻ റവല്യൂഷൻ ആൻഡ് IPR 1956. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റംസ് ആണ് അല്ലേ. ഓക്കെ, നമ്മുടെ മുന്നിൽ 2 എക്കണോമിക് സിസ്റ്റംസ് ആണ് ഉണ്ടായിരുന്നത്, ക്യാപിറ്റലിസവും സോഷ്യലിസവും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിരിക്കും. എന്നാൽ സോഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്, അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും സോഷ്യലിസം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ക്യാപിറ്റലിസവും സോഷ്യലിസത്തിൻ്റെയും പോസിറ്റീവ് വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 5 year പ്ലാൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഒരു 3-4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടുവരാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 5 year പ്ലാൻ എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ രാജ്യത്തിന് വരുന്ന ഒരു 5 വർഷത്തേക്ക് നമ്മൾ നേടേണ്ട ലക്ഷ്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക, അതിനെയാണ് 5 year പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്ലാനിങ് സിസ്റ്റം നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അതൊന്ന്. അടുത്തെന്ന് പറയുന്നത്, നമ്മൾ ഈ 5 year പ്ലാൻ എന്ന് പറയുന്നത് കേവലം 5 വർഷത്തേക്ക് മാത്രമുള്ളതല്ല, 20 വർഷത്തേക്കുള്ള ഒരു ലോങ് ടൈം ഗോൾ കൂടി നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു പ്ലാനിങ് സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലാനിങ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 1915 ഇയർ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്ലാനിങ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 5 year പ്ലാൻ. ഈ 5 year പ്ലാനിന്റെ നിലവിലെ പേര് എന്ന് പറയുന്നത് നീതി ആയോഗ് എന്നാണ്. ഓക്കെ, ഇനി 5 year പ്ലാൻ നമ്മൾ നോക്കേണ്ടത് ഗോൾസ് ഓഫ് 5 year പ്ലാൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 5 year പ്ലാനിന്റെ ഗോൾസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ലക്ഷ്യങ്ങളാണുള്ളത്: ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ജെംസ് എന്നുള്ളൊരു കോഡ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. J ഫോർ ഗ്രോത്ത്, E ഫോർ ഇക്വിറ്റി, M ഫോർ മോഡേണൈസേഷൻ, S ഫോർ സെൽഫ് റിലയൻസ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ എബിലിറ്റിയെയാണ് എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള ഒരു സ്കെയിലാണ് GDP എന്ന് പറയുന്നത് അല്ലേ. ഈ GDPയിലേക്ക് കോൺട്രിബ്യൂഷൻസ് നൽകുന്നത് ഏതൊക്കെ സെക്ടറിൽ നിന്നാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിട്ടറി സെക്ടർ. ഓക്കെ, ഈ സെക്ടേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചർ സെക്ടർ എന്നും, സെക്കൻഡറി സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും, ടെറിട്ടറി സെക്ടറിനെ സർവീസ് സെക്ടർ എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ സ്ട്രക്ചറൽ കോമ്പോസിഷൻ, അതായത് ഈ സ്ട്രക്ചറുകളിൽ നിന്ന് GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചറൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതാണ് ഗ്രോത്തിൽ നിങ്ങൾ നോക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ന്യൂ ടെക്നോളജീസിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോട്ട് ഓൺലി ദ അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ബട്ട് ആൾസോ സോഷ്യൽ ചേഞ്ച്. സാമൂഹികമായിട്ടുള്ളൊരു മാറ്റങ്ങൾ കൂടി നമുക്ക് ഉണ്ടാവാവുന്നതാണ്. സാമൂഹികമായിട്ടുള്ള നമ്മുടെ തോട്ടിൽ കൂടി ഒരു മാറ്റം വരുന്നതിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയൻസ്, അതായത് നമ്മൾ സ്വയം പര്യാപ്തരാവുക. നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ, കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. എന്നിട്ട് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി. അതായത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ, എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ എന്താണ്? അത് എല്ലാ ജനങ്ങൾക്കും, പാവപ്പെട്ടവർക്കും റിച്ച് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5 year പ്ലാൻസ്. ഇതൊരു 3-4 മാർക്കിനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവരാറുണ്ട്. നോക്കാം, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇമ്പാക്ട് ഓഫ് 5 year പ്ലാൻസ് ഓൺ ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ എക്കണോമിയിൽ 5 year പ്ലാൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇത് ഈ രീതിയിലല്ല നിങ്ങൾ മേ ബി ചോദിക്കുന്നുണ്ടാവുക. അഗ്രികൾച്ചർ സെക്ടറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കാം. കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള ഒന്നാമതാണ് ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസിൽ നിങ്ങൾ മെയിനായിട്ട് ആലോചിക്കേണ്ട 2 ലാൻഡ് റിഫോംസ് ആണുള്ളത്: ലാൻഡ് ടു ടില്ലറും ലാൻഡ് സീലിങ്ങും. ലാൻഡ് ടു ടില്ലർ എന്ന് പറഞ്ഞാൽ ആരാണോ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് അവർക്ക് ആ ഭൂമിയുടെ അവകാശം കൊടുക്കുക, അതായത് കർഷകർക്ക് ഭൂവുടമാവകാശം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ലാൻഡ് ടു ടില്ലർ. ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയിൽ ഒരു ലിമിറ്റ്, ഒരു പരിധി വെക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെയൊക്കെ ഭൂപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ
ലാൻഡ് റിഫോംസ് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഭൂമിയുള്ള ജന്മിമാരെന്ത് ചെയ്യാണ് ഇതിനെതിരെ കോർട്ടിൽ പോയിട്ട് ഇതിനെതിരെ ചലഞ്ച് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഈ നിയമങ്ങൾ നടപടിയാവാൻ പ്രാബല്യത്തിന് വരാൻ കാലതാമസം സമയമെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ഈ ജന്മിമാരെന്ത് ചെയ്യാണ് അവരുടെ സ്ഥലങ്ങൾ, അവരുടെ ഭൂമി അവരുടെ റിലേറ്റീവ്സിൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാൻഡ് സീലിംഗിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഇത് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് കാണാം. ഇതൊരു മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു പ്രൊമോട്ട് ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ. അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ ഇക്വിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നടപടി എന്തായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്താണ്, ലാൻഡ് റിഫോംസ് ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 3-4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് നോക്കുക, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, അതിൻ്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യധാന്യ വിഭവങ്ങളിൽ ഒരു ഉയർന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടായി എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമായത്? ഇത് സാധ്യമായത് എങ്ങനെയാണെന്നുള്ളതിന് ഒരു 5 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് സീഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. HYV സീഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ഉൽപാദനക്ഷമത കൂടിയ വിത്തിനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ HYV എന്നുള്ള രീതിയിൽ ചോദിക്കാം, ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മിറാക്കിൾ സീഡ്സ് എന്നുള്ള രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തി, പമ്പിങ് പോലത്തെ ജലസേചന മേഖലകൾ നമ്മൾ ഉപയോഗപ്പെടുത്തി. കെമിക്കൽ ഫെർട്ടിലൈസർ, അതായത് രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ലോൺ ഫെസിലിറ്റി ടു ഫാർമേഴ്സ് അറ്റ് ലോ ഇൻട്രസ്റ്റ്, കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ഫാർമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റി, ലോൺ കൊടുക്കാൻ തുടങ്ങിയതാണ്. ഇത് ഓർത്ത് വെക്കാൻ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കാർഷിക മേഖലയിൽ തകർച്ച സംഭവിക്കാനുണ്ടായിരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള മറുപടി ആയിരുന്നു ഈ ഗ്രീൻ റവല്യൂഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാലേ ആ സമയത്ത് തകർച്ച സംഭവിക്കാനുള്ള കാരണം എന്തായിരുന്നു, നമുക്ക് വേണ്ടതിന് വളസേചനങ്ങളില്ലായിരുന്നു, ജലസേചനങ്ങളില്ലായിരുന്നു, രാസവളങ്ങളില്ലായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മറികടക്കുമ്പോഴാണ് നമുക്ക് ഈ ഗ്രീൻ റവല്യൂഷൻ സാധ്യമായത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ വൺ വേർഡിന് വരാവുന്ന മറ്റൊരു ഭാഗമാണെന്ന് പറയുന്നത് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ. അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണുള്ളത്. ഒന്നാമത്തെ പറയുന്നത് സെൽഫ് സഫിഷ്യൻസി, നമുക്ക് എന്തായി സ്വയം പര്യാപ്തത ലഭിച്ചു. അതായത് നമുക്ക് വേണ്ട ധാന്യ വിഭവങ്ങൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്, അത് ഓർത്ത് വെക്കാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റഡ് സർപ്ലസ്, അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്തു, അതിന് മിച്ചം വന്ന വിഭവങ്ങൾ മാർക്കറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റി. അതിനാണ് എന്ത് പറഞ്ഞത്, മാർക്കറ്റ് സർപ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷ്യക്ഷാമം വരുന്ന സമയത്തേക്ക് ധാന്യങ്ങൾ എടുത്തു വെക്കാനും കൂടി ഈ ഹരിത വിപ്ലവം നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഭക്ഷ്യധാന്യ വിഭവങ്ങൾക്ക് വില കുറയുകയും അത് ദരിദ്രരായ പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ ഈ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാവാനും ഗ്രീൻ റവല്യൂഷൻ ബെനിഫിറ്റ്സ് ആയി എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡിമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ്റെ ഡിമെറിറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ കൂടുതൽ ബെനിഫിറ്റും കിട്ടിയത് ആർക്കായിരുന്നു, റിച്ച് ഫാർമേഴ്സിനായിരുന്നു. അതായത് സമ്പന്നരായ ആളുകൾക്കായിരുന്നു ഇതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോരായ്മ. രണ്ടാമത്തെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ കെമിക്കൽ അതായത് രാസവളങ്ങൾ യൂസ് ചെയ്തില്ലേ, അതുകൊണ്ട് മണ്ണിൻ്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോരായ്മ. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെഷീനറീസ് നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി എന്താവും, മെഷീനറീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെട്ടു, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രീൻ റവല്യൂഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായിരുന്നു, ഇത് വീറ്റ് റവല്യൂഷൻ എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഗോതമ്പ് വിളയിലാണ് കൂടുതൽ റവല്യൂഷൻ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ബാക്കി മറ്റു വിഭവങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. നോക്കുക, ഈ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ നോക്കേണ്ട ഒരു ഭാഗമാണ് ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. നമ്മൾ ഈ ഒരു ടെക്നോളജീസും അതുപോലെ തന്നെ ഈ വിത്തുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജനങ്ങൾക്ക് സബ്സിഡീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻസും അതുപോലെ ഇതിനെ അഗെയിൻസ്റ്റ് ചെയ്യുന്ന ആർഗ്യുമെൻസും ഉണ്ട്. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സബ്സിഡീസ് കൊടുക്കുന്നത് കൊണ്ട് എന്താണ്, ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ
വിഭവങ്ങൾ വാങ്ങാനും അത് അവിടെ കൃഷിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും അല്ലേ. പിന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള കൃഷികൾ യൂസ് ചെയ്യാൻ പറ്റും, ന്യൂ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും സബ്സിഡി ഉണ്ടായതുകൊണ്ട്. എന്നാൽ ഇതിൻ്റെ എഗെയിൻസ്റ്റ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സും കിട്ടിയത് ആർക്കായിരുന്നു? റിച്ച് ഫാർമേഴ്സിനായിരുന്നു ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കൃത്യമായിട്ട് എത്തേണ്ട ആളുകളിൽ ഇത് എത്താൻ സബ്സിഡിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നോക്കാം, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 9056, അതായത് IPR 9056. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു IPR 9056 വരുന്നതിലൂടെ എന്തായി, ഈ വ്യവസായിക മേഖലകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. 3 കാറ്റഗറി ആയിട്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിന് മാത്രം, പബ്ലിക് സെക്ടറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന വ്യവസായ മേഖലകളായിട്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. പക്ഷേ അവിടെ എന്താണ് പ്രോബ്ലം? പ്രൈവറ്റ് സെക്ടറിന് എന്താണ് ഒരു കോംപ്ലിമെൻ്ററി റോള് മാത്രമേ പ്രൈവറ്റ് സെക്ടറിന് ഉണ്ടാവുള്ളൂ. പബ്ലിക് സെക്ടറിനാണ് പുതുതായിട്ട് വരുന്ന വ്യവസായ മേഖലകളൊക്കെ കൈകാര്യം ചെയ്യാണ്ടായിരുന്ന അവകാശം പബ്ലിക് സെക്ടറാണ്. ഇതാണ് സെക്കൻഡ് കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറിയിൽ എന്താണ്, പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വ്യവസായങ്ങളായിരുന്നു. പക്ഷേ അവിടെ എന്താണ്, ബട്ട് അണ്ടർ ഗവൺമെൻറ് കൺട്രോളിലായിരുന്നു അവർക്കത് കൊണ്ടുപോകാൻ പറ്റുക. അതാണ് നിങ്ങൾ IPR 9056 ഓർക്കേണ്ട കാര്യം. ഞാൻ താഴെ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പോയിന്റ് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് IPR 9056. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ IPR 9056 നിങ്ങൾ ഓർക്കേണ്ട കാര്യം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം നോക്കുന്നത് എന്താ വെച്ചാൽ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലേ. അതായത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നിങ്ങൾ നോക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കാർവേ കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റി വരുന്നതിലൂടെയാണ് റൂറൽ ഡെവലപ്പിന് വേണ്ടിയിട്ട്, ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാർവേ കമ്മിറ്റിയാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്, കാർവേ കമ്മിറ്റി ഓർക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്, റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും ഓർക്കുക. അത്രയും കാര്യമാണ് ഈ ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നോക്കാം, നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മൾ ആ സമയത്ത് കുറച്ച് ട്രേഡ് പോളിസീസ് കൊണ്ടുവന്നു. അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് 2 ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ട്രേഡ് പോളിസീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ടാരിഫും ഒന്ന് കോട്ടയും അല്ലേ. ടാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെയും എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കും ഒരു ടാക്സ് ഈടാക്കുന്നത് അല്ലേ, അതിനാണ് ടാരിഫ് എന്ന് പറയുന്നത്. കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു ലിമിറ്റ് വെച്ചു, അതായത് ഇത്ര സാധനങ്ങളെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അതിനൊരു ലിമിറ്റ് വെച്ചു, അതിനെയാണ് കോട്ട എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഈ വ്യവസായിക ഡെവലപ്മെൻറ്റിൽ ഈ പോളിസീസ് ഉണ്ടാക്കിയിട്ടുള്ള എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പോസിറ്റീവ് പോയിന്റ്സും അതായത് നെഗറ്റീവ് പോയിന്റ്സും ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൊട്ടക്ഷൻ ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സാധനങ്ങളും അതുപോലെ തന്നെ ഫോറിൻ പ്രൊഡക്ട്സും തമ്മിലുണ്ടായിരുന്ന കോമ്പറ്റീഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റിയില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ഡെവലപ്പ് ലോക്കൽ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനും കൂടി നമുക്ക് ഈ ഒരു പോളിസിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഭാഗത്ത് നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, there was no clear divide between what public and private sector could do. അതായത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു ക്ലിയർ ഡിവൈഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈസൻസ് സിസ്റ്റത്തെ ആളുകൾ മിസ്യൂസ് ചെയ്തു, അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതിൻ്റെ മറ്റൊരു പോരായ്മയാണ്. പിന്നെ മറ്റൊരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോർട്ട് നാഷണൽ വെൽഫെയർ നോട്ട് പ്രോഫിറ്റ്സ്. ഈ ഒരു പോളിസീസൊക്കെ ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഒരു സാമ്പത്തിക വളർച്ചയെ പ്രോഫിറ്റിനെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്.